രാജ്യത്തെ ടെലിവിഷൻ ചാനലുകളുടെ പ്രേക്ഷക പങ്കാളിത്തം അളക്കുന്ന ഔദ്യോഗിക സംവിധാനമായ ബാർക്ക് എന്നറിയപ്പെടുന്ന ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലിന്റെ എല്ലാവിധ TV റേറ്റിംഗുകളും കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. ബാർക്കിന്റെ പ്രവർത്തന ലൈസൻസ് പുതുക്കുന്നതുവരെ ഇനി ഒരു ചാനലിന്റെയും റേറ്റിംഗ് വിവരങ്ങൾ പുറത്ത് വിടരുതെന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന കർശനമായ നിർദ്ദേശം. രാജ്യത്ത് നിലവിൽ വരാൻ പോകുന്ന പുതിയ TRP നയത്തിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ അപ്രതീക്ഷിതമായ നടപടി. ലൈസൻസ് ഔദ്യോഗികമായി പുതുക്കി നൽകുന്നതുവരെ നിലവിലുള്ള ഡാറ്റകളോ അല്ലെങ്കിൽ ഓരോ ആഴ്ചയുടെയും അടിസ്ഥാനത്തിലുള്ള റേറ്റിംഗുകളോ പ്രസിദ്ധീകരിക്കാൻ ബാർക്കിന് അനുവാദമുണ്ടാകില്ല. ഒട്ടേറെ പരാതികൾ ലഭിച്ചതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ കടുത്ത നടപടി എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയിലെ ടെലിവിഷൻ ചാനലുകൾക്ക് ലഭിക്കുന്ന പരസ്യങ്ങളുടെ തുക നിശ്ചയിക്കുന്നത് ബാർക്ക് പുറത്തുവിടുന്ന ഈ TRP റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിൽ ഈ റേറ്റിംഗ് വളരെ നിർണായകവുമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ റേറ്റിംഗ് സംവിധാനത്തിന്റെ സുതാര്യതയെക്കുറിച്ചും അതിന്റെ കൃത്യതയെക്കുറിച്ചും വലിയ രീതിയിലുള്ള തർക്കങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ യുഗത്തിന് അനുസരിച്ച് കൂടുതൽ സുതാര്യവും കുറ്റമില്ലാത്തതുമായ ഒരു പുതിയ TRP നയം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പുതിയ പോളിസിയുടെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ച് ലൈസൻസ് പുതുക്കുന്നതുവരെ റേറ്റിംഗ് നിർത്തിവെക്കാനാണ് മന്ത്രാലയം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചാനലുകളുടെ റേറ്റിംഗ് നിർണ്ണയിക്കുന്ന പ്രക്രിയ കൂടുതൽ വിശ്വസനീയമാക്കുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ ഈ തീരുമാനം ചാനലുകളെയും പരസ്യ കമ്പനികളെയും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ചാനലുകൾക്ക് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പരസ്യ കരാറുകളെ ഈ തീരുമാനം നേരിട്ട് തന്നെ ബാധിക്കും. ഏത് ചാനലിനാണ് കൂടുതൽ പ്രേക്ഷകരുള്ളത് എന്ന് കൃത്യമായി അറിയാൻ റേറ്റിംഗ് ഇല്ലാത്തതിനാൽ വരും ദിവസങ്ങളിൽ പരസ്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ കമ്പനികൾക്ക് കടുത്ത ജാഗ്രത തന്നെ പുലർത്തേണ്ടി വരും. തങ്ങളാണ് നമ്പർ 1 എന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ പല ചാനലുകളും ഒരേ സമയം അവകാശപ്പെടുന്നു. ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മുന്നിലെത്തിയാൽ പോലും നമ്പർ 1 ഇൻ കേരള എന്ന് വലിയ അക്ഷരത്തിൽ മാസങ്ങളോളം അല്ലെങ്കിൽ സ്ഥിരമായി തന്നെ എഴുതി കാണിക്കുന്ന ചാനലുകളാണ് ഇവിടെയുള്ളത്. എങ്കിലും റേറ്റിംഗിൽ കൃത്രിമം കാണിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് പുതിയ നയം വരുന്നതോടെ വലിയൊരു പരിഹാരം ആകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ലൈസൻസ് പുതുക്കൽ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി പുതിയ സുരക്ഷിതമായ സംവിധാനത്തിലൂടെ റേറ്റിംഗ് പുനരാരംഭിക്കാൻ ബാർക്ക് അധികൃതരും ഇപ്പോൾ സർക്കാരുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.